കുറച്ച് നാടൻ ഇടിയപ്പം ആയാലോ? അപ്പോൾ ഇടിയപ്പം ഉണ്ടാക്കാനായിട്ട് നല്ല നാടൻ അരിപ്പൊടി വേണം. ഞാൻ കൂടുതൽ യൂസ് ചെയ്യാറ് ഈ എലൈറ്റിൻ്റെ റൈസ് പൗഡറാണ്. ഞാൻ വേറെ ബ്രാൻഡ്സിൻ്റെയൊക്കെ റൈസ് പൗഡർ ട്രൈ ചെയ്തതിൽ ഇത് വൺ ഓഫ് ദി ബെസ്റ്റ് ഓപ്ഷൻസ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിന് കുറച്ച് റൈസ് പൗഡർ എടുക്കുക. ദെൻ ബോയിൽഡ് വാട്ടർ വേണം. ബോയിൽഡ് വാട്ടറിൽ കുറച്ച് സോൾട്ട് ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്ത ശേഷം കുറേശ്ശെ ആയിട്ട് ഈ റൈസ് പൗഡറിലേക്ക് അത് ഇട്ട് കൊടുത്തിട്ട് ഒരു തിക്ക് കൺസിസ്റ്റൻസിയിലാക്കിയെടുക്കുക. എന്നിട്ട് നമ്മുടെ സേവനാഴിയിൽ നമ്മൾ ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു ഷേപ്പിൽ ഇത് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, നമ്മുടെ ഇഡ്ഡലി തട്ടിനകത്ത് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വിത്ത് സം കോക്കനട്ട് കൂടെ മിഡിലിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാൻ കുക്ക് ഇറ്റ് ഇൻ ഒരു ഇഡ്ഡലി തട്ടിനകത്തിട്ട് കുക്ക് ചെയ്തെടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ ഞാനിപ്പോൾ ഇത് മറ്റേ സേവനാഴിയിൽ വെച്ചിട്ട് നമ്മുടെ ഇടിയപ്പം പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. അത്ര പെർഫെക്റ്റ് ഒന്നുമല്ല, ഒട്ടും പെർഫെക്റ്റ് അല്ല, പക്ഷേ കഴിക്കാനല്ലേ, ഷേപ്പ് പ്രശ്നമല്ല. ഇതൊന്ന് ഇട്ടെടുക്കുക. അപ്പോൾ ഞാൻ ബേസിക്കലി അടിയിൽ കുറച്ച് കോക്കനട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഗ്രേറ്റഡ് കോക്കനട്ട്. അപ്പോൾ അത് അടിയിൽ കയറി സ്റ്റിക്ക് ആവാണ്ട് ഹെൽപ്പ് ആക്കും. പിന്നെ വെളിച്ചെണ്ണയൊക്കെ തേക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇടിയപ്പം ഒരു ഹെൽത്തി ഫുഡായിട്ട് കാണാനാണ് എനിക്കിഷ്ടം. അതുകൊണ്ടാണ് ഞാൻ വെളിച്ചെണ്ണ തൂക്കാത്തത്. നല്ലൊരു ഇടിയപ്പം റെഡിയാവും.